ലാൽ സലാം, എല്ലാവർക്കും വിശുദിനാശംസകൾ. എമ്പുരാൻ്റെ 18ാം ദിനമാണ് കഴിഞ്ഞു പോയത്. ഇന്ന് 19ാം ദിനമാണ്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമ കുതിച്ച് പായുന്ന കാര്യം പലരും പറയുന്നു കളക്ഷൻ കുറവാണ് എന്ന്. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കളക്ഷൻ വളരെ കൂടുതലായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് 18ാം ദിനത്തിലും വമ്പൻ റിലീസുകൾക്കിടയിലും സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷനുമായി കുതിച്ചു പായുകയാണ്. ഇത് ഒരത്ഭുതം എന്ന് തന്നെ പറയാം. ഇത്രത്തോളം ജനങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞു. ഏകദേശം 32,229 ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്നേ നാൾ വരെ. 47,78,000 ജനങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. ഒരുപക്ഷെ 60,000 മുകളിൽ എത്തിയിട്ടുണ്ടാകാം. ട്രാക്കിംഗ് കണക്കിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. 56% ഒക്യുപ്പൻസിയിൽ 3,471 ഹൗസ്ഫുൾ ഷോകളും അവർ പറയുന്നു. അവർ തന്നെ പറയുന്നു ട്രാക്ക്ഡ് കളക്ഷൻസ് 79 കോടിയാണ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, സിനിമയുടെ കളക്ഷൻ 84 കോടി കേരള കളക്ഷനായി വന്നു. ഇനി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടുക്കാനായിട്ട് 5.5 കോടിക്ക് അടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടത്. ഇത് ഒരു വമ്പൻ സംഭവം തന്നെയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രത്തോളം മുതൽ മുടക്കിൽ വന്ന ഒരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനനുസരിച്ചുള്ള കളക്ഷനുമായി സിനിമ കുതിച്ചു പായുന്നു. മലയാളത്തിന് 100 കോടി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിരുന്ന കാലത്ത് നിന്ന് 250 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാള സിനിമ. ഓരോ ഇൻഡസ്ട്രിയിലും 100ഉം 200ഉം കോടിയൊക്കെ നേടുമ്പോൾ നമ്മൾ മലയാളികൾ വാപൊളിച്ച് നിന്നിട്ടുണ്ട്. മലയാളത്തിന് ഇങ്ങനെ കഴിയുമോ എന്നുള്ളത്. ഇന്ന് മോഹൻലാൽ അത് നേടിത്തന്നിരിക്കുകയാണ്. 262 കോടി കടന്ന് സിനിമ കുതിച്ചു പായുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുന്നത്. എന്തിന് 200 കോടി എന്ന് പറയുന്നത് പോലും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് വന്ന പല സിനിമകളും തള്ളുകണക്കായിരുന്നുവെങ്കിൽ ഇവിടെ എമ്പുരാൻ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതിഗംഭീരമായി 262 കോടി നേടി കുതിച്ചു പായുകയാണ്. സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് എന്നടിക്കും എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയും നമുക്ക് ഞായറാഴ്ച ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. ഇന്നലെയും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയായിരുന്നു. 416 ഷോകളിൽ നിന്ന് സിനിമ നേടിയത് 43,29,000 രൂപയായിരുന്നു എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. അതായത് 55 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ടാകാം. ഇന്നലെയും 28,000 ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 31% ഒക്യുപ്പൻസി. വമ്പൻ റിലീസുകളാണ്. 4ഓളം സിനിമകൾ ബോക്സ് ഓഫീസിൽ നിറഞ്ഞ് ആടുമ്പോൾ ഈ ഒരു സിനിമ ഇത്രത്തോളം കളക്ഷൻ നേടണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, അത് മോഹൻലാൽ എന്നുള്ളത്. എതിരാളികൾക്കും ആരാധകർക്കും അറിയാം അത് വേറെ ഒന്നുമല്ല. സിനിമയ്ക്ക് ഹെവി പോസിറ്റീവോ ഹെവി സംഭവങ്ങളൊന്നുമല്ല. ആവറേജ്, ഒരുപക്ഷെ ചിലരൊക്കെ ബിലോ ആവറേജും കൊടുത്തു. എന്നാൽ പോലും ഈ സിനിമ ഇത്രയും അടിക്കണമെങ്കിൽ അത് ഒറ്റ പേരേ ഉള്ളൂ, മോഹൻലാൽ. ഒരുപക്ഷെ ഇതൊരു ഹെവി ഹിറ്റായിരുന്നെങ്കിൽ, ഹെവി ഒരു പോസിറ്റീവ് വന്നിരുന്നാണെങ്കിൽ എത്രയായിരിക്കും? ഒരുപക്ഷെ 500ഉം 700ഉം കോടിയൊക്കെ സിമ്പിളായി തൂക്കിയേനെന്ന് തന്നെ പറയും. ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല, എത്താത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ മലയാളം ഇൻഡസ്ട്രി കാണാത്ത ലെവലിലുള്ള ഒരു കളക്ഷനിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. 250 കോടിയും കടന്നു. 300 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. ഇനി സിനിമയുടെ കാര്യങ്ങളല്ല, നിങ്ങളുടെ വിഷു എങ്ങനെയാണ് കാര്യങ്ങൾ? വീട്ടിലാണോ, നാട്ടിലാണോ, കൂട്ടുകാരോടൊപ്പമാണോ, അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ ഫാമിലി എങ്ങനെയാണ്, അവരുമായിട്ടൊക്കെ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. ഇത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നിമിഷങ്ങളാണ്. ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായി ഇതിനകത്തിൽ നിങ്ങളുടെ കമൻസുകൾ ഒന്ന് രേഖപ്പെടുത്താം. എന്താണെന്നും ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.